എല്ലാവരും ഇങ്ങോട്ടൊന്ന് ശ്രദ്ധിക്കണേ. വസ്ത്രസ്വാതന്ത്ര്യമാണല്ലോ ഇപ്പോഴത്തെ ഒരു പ്രധാന വിഷയം. അപ്പോൾ ഈ വസ്ത്രസ്വാതന്ത്ര്യം എന്നുള്ളത് സ്ത്രീക്കും പുരുഷനും ഒരുപോലെയാണോ, അതോ ഈ വസ്ത്രസ്വാതന്ത്ര്യം സ്ത്രീക്ക് മാത്രമേ ഉള്ളൂ? ഞാനിങ്ങനെ ചോദിക്കാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പല ഉദ്ഘാടന വേദികൾ കണ്ടിട്ടുണ്ടല്ലോ. അവിടെ സ്ത്രീകൾ ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നത് കണ്ടിട്ടുണ്ട്, പുരുഷൻ ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നതും കണ്ടിട്ടുണ്ട്. അതേസമയം പുരുഷനെ നമ്മളെങ്ങനെ കണ്ടിരിക്കുന്നത്? ഒന്നെങ്കിൽ ഒരു പാൻറ് ഷർട്ടും അല്ലെങ്കിൽ ഒരു ടീഷർട്ട്, പാൻറ്റൊക്കെ ഇട്ടുകൊണ്ടാണ് മിക്കവാറും കാണാറുള്ളത്. അപ്പോൾ ഈ പുരുഷന് ഇഷ്ടമുള്ള ഡ്രസ്സ് എന്ന് പറഞ്ഞാൽ അതായതുകൊണ്ടാണോ, അതോ ഏതെങ്കിലും ഒരു നമ്മൾ പബ്ലിക് പ്ലേസിൽ ഇറങ്ങുമ്പോൾ അല്ലെങ്കിൽ ഇതുപോലെ ഉദ്ഘാടന ചടങ്ങുകളിലൊക്കെ ചെല്ലുമ്പോഴത്തേക്കും ഇങ്ങനെയുള്ള ഡ്രസ്സുകൾ ഇടുന്നതാണ് അതിൻ്റെ മാന്യത എന്നുള്ളത് അവൻ്റെ ഒരു തിരിച്ചറിവിൻ്റെ ബോധത്തിൻ്റെ പുറത്താണോ? ഞാനിപ്പോൾ ഇങ്ങനെ പറയാൻ കാരണം, ഈ സ്ത്രീകൾ ഈ പറഞ്ഞ പോലെ ഉദ്ഘാടനത്തിനും കാര്യങ്ങളിലൊക്കെ വരുമ്പോഴത്തേക്കും അവർ ഇഷ്ടമുള്ള ഡ്രസ്സുകൾ ധരിക്കാറുണ്ടല്ലോ. മാന്യമായ ഡ്രസ്സ് എടുത്ത് പറഞ്ഞേക്കാം, മാന്യമായ ഡ്രസ്സാണേ, അയ്യോ വസ്ത്രസ്വാതന്ത്ര്യമാണേ, ഞാനത് പറഞ്ഞു കേട്ടോ, വേറെ ഒന്നും വിചാരിക്കരുത്. അപ്പോൾ അത്തരത്തിലുള്ള ഡ്രസ്സുകളിട്ട് പുരുഷനും ഇറങ്ങിയാൽ എന്തായിരിക്കും ഇവിടെ ഈ സമൂഹത്തിൽ സംഭവിക്കാൻ പോകുന്നത്? ഒരു ഉദാഹരണത്തിന്, ഒരു കോളേജ് ഫംഗ്ഷന് അമലാപ്പോൾ വന്ന ഒരു ഡ്രസ്സും കാര്യങ്ങളുമൊക്കെ ഞാൻ നിങ്ങളെ കാണിക്കാം. അതിനോടൊപ്പം തന്നെ നമുക്ക് സംസാരിക്കാം. ഓക്കെ, കണ്ടല്ലോ, എന്താ ഞാൻ പറഞ്ഞത്, ഇത്തരത്തിലുള്ള ഡ്രസ്സ് ഇട്ടുകൊണ്ട് ഒരു പുരുഷൻ വന്നിരുന്നെങ്കിൽ എന്തായിരിക്കും അവിടെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത്തരത്തിൽ നിന്ന് നോക്കണ്ട. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു ഒറ്റമുണ്ടും ഡബിൾ മുണ്ടുണ്ടല്ലോ. അപ്പോൾ ഒരു നനഞ്ഞ ഒറ്റമുണ്ട് എടുത്ത് ചുമല ഷഡ്ഡി ഇട്ടിട്ട് അവനവിടെ കയറി നിൽക്കുക, എല്ലാം തെളിച്ചിങ്ങനെ കാണിച്ചുകൊണ്ട്. എന്തായിരിക്കും അവിടെ സംഭവിക്കാൻ പോകുന്നത്? വസ്ത്രസ്വാതന്ത്ര്യം എന്നും പറഞ്ഞ ആൾക്കാർ അതിനെ അനുകൂലിക്കുമോ എന്നറിഞ്ഞാൽ കൊള്ളായിരുന്നു. ഇതിലൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പോകുന്ന സ്ഥലം ഏതാണെന്നെങ്കിലും നമ്മളൊന്ന് മനസ്സിലാക്കി എടുക്കണ്ടേ. ഇപ്പോൾ ഈ അമലാപ്പോൾ പോയി ഡാൻസ് കളിച്ചത് ഓക്കെ, അതുപോലുള്ള ഏതെങ്കിലും ഒരു സ്ഥലത്താണെങ്കിൽ കുഴപ്പമില്ല. ഈ കോളേജിൽ എന്ന് പറയുമ്പോഴത്തേക്ക് ഇതേ അവിടെ പള്ളിയിലച്ചന്മാരും ഒക്കെ ഇരിപ്പുണ്ട്, അവിടെയെങ്കിലും ഒന്ന് സഭ്യമായ ഒരു വേഷം ധരിക്കണ്ടേ? നിങ്ങൾ കണ്ടോ, അത്രയും പേരിരുന്ന കൂട്ടത്തിൽ അവർ മാത്രം അത്തരത്തിലുള്ള ഡ്രസ്സ് ഇട്ടുകൊണ്ട് വന്നിരിക്കുന്നത്. അതെന്തിനാ? ഈ പറഞ്ഞ പോലെ ഈ വസ്ത്ര സ്വാതന്ത്ര്യം എന്നൊക്കെ പറഞ്ഞ് തള്ളാതെ ഇത് കണ്ടോ, ആസിഫലി ഇട്ടിരിക്കുന്ന ഡ്രസ്സ് കണ്ടോ, അമലാപ്പോൾ ഇട്ടിരിക്കുന്ന ഡ്രസ്സ് കണ്ടോ, ഇതിൻ്റെ തമ്മിലുള്ള വ്യത്യാസം കണ്ടോ? ആണുങ്ങൾക്ക് തന്നെ വസ്ത്ര സ്വാതന്ത്ര്യം ഇല്ലാഞ്ഞിട്ടാണോ? അവൻ പക്ഷേ ഇങ്ങനെ പോയി നിന്ന് കഴിഞ്ഞാൽ അവൻ്റെ കൂട്ടത്തിൽപ്പെട്ട, അതായത് ആൺവർഗത്തിൽപ്പെട്ടവർ തന്നെ പറയും, അവൻ ഇട്ടുകൊണ്ട് പോയിരിക്കുന്നത് കണ്ടില്ലേടാ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങോട്ട് തുടങ്ങുമല്ലേ? ശരിയല്ലേ? ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ആസിഫലീനെ മാറ്റി നിർത്ത്, വേറെ ആരെങ്കിലും ഈ പറഞ്ഞ പോലെ ഇഷ്ടമുള്ള ഡ്രസ്സ്. ആണുങ്ങളിപ്പോൾ എന്താ എക്സ്പോസ് ചെയ്യുന്നത്? ആണുങ്ങൾ എന്തെങ്കിലും ഒരു അവയവം എക്സ്പോസ് ചെയ്തിട്ട് കാണത്തക്ക രീതിയിൽ എന്നാൽ ഡ്രസ്സ് ഇട്ടിട്ടുണ്ടോ താനും, അങ്ങനെ വന്ന് നിന്നെന്ന് വെച്ചു, സമ്മതിക്കുമോ? വേണ്ട. ഒരു മുണ്ട് എടുത്തോണ്ട് മുണ്ട് മടക്കി കുത്തിയിട്ട് കാലിന്മേൽ കാലും കരുതി ഇങ്ങനെ ആ സ്റ്റേജിൻ്റെ മണ്ടേ ക്യാമറ താഴെ ഇരിക്കുക, ഇങ്ങനെ കയറി ഇരുന്നു. എന്തായിരിക്കും അവിടുത്തെ അവസ്ഥ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇത്രയൊക്കെ ഉള്ളൂ. ഈ വസ്ത്രസ്വാതന്ത്ര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും മറ്റും ഇല്ല. പിന്നെ കോളേജിലെ പിള്ളേരെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയുള്ള ഡ്രസ്സൊക്കെ ഇട്ടുകൊണ്ട് വന്നു കഴിഞ്ഞാൽ അവർക്ക് സന്തോഷമുള്ളൂ. ഇനി ഇട്ടുകൊണ്ട് പോകുന്നവർക്കും അറിയാമോ എന്ന് ചോദിച്ചാൽ, അയ്യോ അറിയത്തില്ല കേട്ടോ, അവർക്കൊന്നും അറിയത്തില്ല. അവർ വസ്ത്രസ്വാതന്ത്ര്യത്തിൻ്റെ പേരിൽ പോകുന്ന, അല്ലാതെ അവർ മനഃപൂർവ്വം നമുക്കങ്ങനെ ചിന്തിക്കാൻ പോലും പാടില്ല. അപ്പോൾ പറഞ്ഞു വന്നത്, കോളേജിലെ പിള്ളേർക്ക്, പ്രത്യേകിച്ച് ആൺപിള്ളേർക്ക്, അവർക്കൊരു രസമായിരിക്കും. ഞങ്ങൾക്ക് അങ്ങനെ ഒന്നും ഇല്ലടേ എന്ന് ചില ആളുകൾ പറയും. ഞങ്ങളൊക്കെ കുറേ മോഡേൺ ഔട്ട്ലുക്കുള്ള പാർട്ടികളാണ്, ഞങ്ങൾക്കൊന്നും അങ്ങനെയൊന്നും കണ്ടു കഴിഞ്ഞാലൊന്നും പ്രത്യേകിച്ച് അങ്ങനെയൊന്നും തോന്നത്തില്ല എന്നൊക്കെ പറഞ്ഞു. തോന്നത്തില്ലെങ്കിൽ ഒന്നെങ്കിൽ തന്നെ എന്തെങ്കിലും മാനസിക പ്രശ്നം ഉണ്ടായിരിക്കാം. അല്ലാതെ കണ്ട് സാധാരണ നോർമൽ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അത്യാവശ്യം ഇതുപോലെ ഡ്രസ്സൊക്കെ ഇട്ട് കഴിയുമ്പോഴത്തേക്ക് നോക്കും, കണ്ണുള്ളവനാണ് നോക്കും. ആദ്യം എന്തായാലും ആൺപിള്ളേർക്ക് ആദ്യം ഒരു കാഴ്ചയിലൂടെയാണ് ഒന്ന് നോക്കും. ജസ്റ്റ് നോക്കുകയും ഞാൻ അവൻ്റെ മനസ്സിൽ ചിന്താഗതി വന്നിരിക്കുകയും ചെയ്യും. പിന്നെ നമ്മുടെ നിയമവ്യവസ്ഥയെയും നമ്മുടെ സമൂഹത്തെയൊക്കെ പേടിച്ചിട്ടാണ് പലരും അത് അടക്കി വെക്കുന്നത്. പിന്നെ മേലും കീഴും നോക്കാനില്ലാത്തവരാണ് ഇതിനു വേണ്ടി ചാടി പുറപ്പെടുന്നതും കയറി പിടിക്കുന്നതും പീഡനമൊക്കെ നടത്തുന്നതും. മനസ്സിലായോ? അല്ലാത്തൊരു ഉള്ളിൽ ഒതുക്കും. അല്ലാതെ ഉള്ളിൽ എനിക്ക് തോന്നിയിട്ടില്ല, ഞാൻ നന്മമരമാണേ എന്നൊക്കെ പറയുന്നതൊക്കെ ചുമ്മാ പറയുന്നതാന്നേ. പിന്നെ വലിയ പുരോഗമനം പറയുന്ന ചില ആളുകളുണ്ട്. ഒന്നെങ്കിൽ ഇവർ മാന്യതയുടെ മുഖംമൂടി അണിഞ്ഞിട്ട് ഉള്ളിലൊന്ന് വിചാരിക്കുകയും പുറമേ മറ്റൊന്ന് സംസാരിക്കുകയും ചെയ്യുന്ന ആളുകളായിരിക്കാം അവർ. പിന്നെ മറ്റൊരു കൂട്ടരുണ്ട്, അവരിത് ഈ പറഞ്ഞ പോലെ ഈ വസ്ത്രസ്വാതന്ത്ര്യത്തെക്കുറിച്ചല്ല ഘോരഘോരം പ്രസംഗിക്കുന്നത്. അത് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം അവർ ജനിച്ചു വളർന്ന സാഹചര്യം അതാണ്. അവർ ജനിച്ചു വളർന്ന സാഹചര്യം മാത്രമാണ് ലോകം എന്ന് വിചാരിക്കുന്ന ആളുകളാണ്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ സാധാരണമാണ്. അതേസമയം ഇതൊക്കെ അസാധാരണമായിട്ട് കാണുന്ന മറ്റൊരു കൂട്ടരും കൂടെ ഇപ്പുറത്തുണ്ടെന്നും കൂടെ ഒന്ന് മനസ്സിലാക്കി എടുത്താൽ തീരാനുള്ളൂ. പിന്നെ അതുപോലെ തന്നെ എനിക്കിഷ്ടമുള്ളൊരു വേഷം കഥകളി വേഷമാണ്. അപ്പോൾ ഞാൻ ഈ കഥകളി വേഷം ഇട്ടുകൊണ്ട് ഒരു ബസ്സിൽ കയറുക, ആരെങ്കിലുമൊക്കെ വല്ലതും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞത് എൻ്റെ വസ്ത്രസ്വാതന്ത്ര്യമാണെന്നേ, എനിക്ക് ഈ ഡ്രസ്സാണ് ഇഷ്ടം, മുട്ടാപ്പോക്ക് പറയുക.
ഉള്ള സ്ഥലം വഴിയെല്ലാം ഞാൻ ഇത് ഇട്ടുകൊണ്ട് നടന്നു കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും? വസ്ത്രസ്വാതന്ത്ര്യം എന്ന് പറയുമ്പോഴത്തേക്കും എന്തും ഇടാം, എവിടെയും ഇടാം, അങ്ങനത്തെ ഒരു കണക്കുകൂട്ടൽ വരുമ്പോഴാണ് ഈ കുഴപ്പം. ആ സ്വിമ്മിംഗ് പൂളിലെ ഡ്രസ്സ് ഇട്ടുകൊണ്ട് നമ്മൾ ഇതുപോലെ പബ്ലിക് പ്ലേസിൽ വന്നു കഴിയുമ്പോൾ എങ്ങനെ ഇരിക്കും? ആൾക്കാർ നോക്കുമല്ലേ? എന്തും കാണിച്ചു കൂട്ടാൻ വേണ്ടിയിട്ടുള്ള ലൈസൻസാണോ? എന്തും ഇട്ടട്ടെ, എൻ്റെ വസ്ത്രസ്വാതന്ത്ര്യമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ ശരിയാകും? കഴിഞ്ഞ വീഡിയോയുടെ അവസാനം ഞാനൊരു ചോദ്യം ചോദിച്ചായിരുന്നു. ആരും മറുപടി പറയത്തില്ലെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. പ്രത്യേകിച്ച് ആ വീഡിയോ റീച്ച് ആകാനും പോകുന്നില്ലെന്ന് ഉറപ്പായിരുന്നു. അത് റീച്ച് ആയുമില്ല. കാരണം ആ പാടാണ് 1200 പേരെ കണ്ടിട്ടുള്ളൂ. പിന്നെ ആണുങ്ങളെ സപ്പോർട്ട് ചെയ്തൊരു വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ആരാണ്ട് കാണാൻ പോവല്ലേ? സ്ത്രീപക്ഷം പറയുവാണെങ്കിൽ ചിലപ്പം ആരെങ്കിലുമൊക്കെ കണ്ടേനെ, ആണുങ്ങൾ ഉൾപ്പെടെ. അപ്പോൾ ഞാൻ അന്ന് ചോദിച്ച ചോദ്യം ഇതാണ്. അതായത് ഈ വസ്ത്ര സ്വാതന്ത്ര്യത്തെക്കുറിച്ച് നമ്മൾ ഈ ഘോരം പ്രസംഗിക്കുമ്പോഴേ പലരും ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യമാണ്, ഈ വസ്ത്രമാണോ ആളുകളെ പീഡിപ്പിക്കാനുള്ള മാനദണ്ഡം എന്ന് ചോദിക്കും. അതായത് കൊച്ചു കുട്ടികളെ മുതൽ പ്രായമായവരെ വരെ ഇവിടെ പീഡിപ്പിക്കുന്നുണ്ടല്ലോ എന്നായിരിക്കും ഇവരൊക്കെ ചോദിക്കുന്നത്. അപ്പോൾ അങ്ങനെ ചോദിക്കുന്നവരോട് എനിക്ക് പറയാനുള്ള മറുപടി ഇത്രേ ഉള്ളൂ. ഈ പീഡിപ്പിക്കുന്നവർക്ക് സ്ത്രീയെന്നോ പുരുഷനെന്നോ കൊച്ചു കുട്ടിയെന്നോ മൃഗങ്ങളെന്നോ യാതൊരു വ്യത്യാസമില്ല. അവർക്ക് അവരുടെ മാനസിക വൈകൃത്യം മൂലം അവർ ചെയ്തു കൂട്ടുന്നതാണ്. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ, പുക വലിക്കുന്ന ഒരാളോട് നമ്മൾ പറയുകയാണ്, ഈ പുക വലിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് ക്യാൻസർ ഉണ്ടാവൂടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി എന്തായിരിക്കും പറയാൻ പോകുന്നത്? പുക വലിക്കാത്തവർക്കും ക്യാൻസർ വരുന്നുണ്ടല്ലോ എന്ന് പറയും. അവരോടൊക്കെ നമ്മൾ എന്ത് മറുപടി പറയാനാണ്?